ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു MS വേർഡ് മലയാളം ട്യൂട്ടോറിയൽ. ഇന്നിവിടെ പഠിപ്പിക്കാൻ പോകുന്നത് ടേബിൾസിനെ കുറിച്ചാണ്. എങ്ങനെ ടേബിൾസ് ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ ടേബിൾസ് ഡിലീറ്റ് ചെയ്യാം, എങ്ങനെ ടേബിൾസ് മർജ് ചെയ്യാം, എങ്ങനെ ടേബിൾസ് സ്പ്ലിറ്റ് ചെയ്യാം തുടങ്ങിയവയെ കുറിച്ചാണ്. അതിനായി നമുക്ക് ഇൻസേർട്ട് ബട്ടണിൽ പോയി ടേബിൾസ് എടുക്കുക. ഇവിടുന്ന് നമുക്ക് കൊടുക്കാവുന്നതാണ്. പക്ഷെ നമുക്ക് ഇൻസേർട്ട് ടേബിൾ എന്നതിൽ കൊടുക്കാം. ഇൻസേർട്ട് ടേബിൾ അമർത്തുമ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് കോളംസ്, നമ്പർ ഓഫ് റോസ് എന്ന് കാണാവുന്നതാണ്. അതിൽ നമ്പർ ഓഫ് കോളംസ് 3ഉം നമ്പർ ഓഫ് റോസ് 3ഉം ഓക്കെ കൊടുക്കുകയാണ്. ഇവിടെ നമ്പർ ഓഫ് കോളംസ് 3ഉം നമ്പർ ഓഫ് കോളംസ് 3ഉം നമ്പർ ഓഫ് റോസ് 3യുമായി വരുന്നത് കാണാം. ഇനി അതിന് ഒരു റീന ടൈലായി കൊടുത്തു. ഇനി ഇതിന്റെ സ്റ്റൈല് മാറ്റി കൊടുക്കണം. ഇതിന്റെ സ്റ്റൈല് ഇതുപോലെ കുറച്ചും കൂടി നല്ല ഭംഗിയുള്ള സ്റ്റൈൽ കൊടുക്കണമെന്ന് വിചാരിക്കുക. അതിനായി ഇൻസേർട്ട് പോയി ടേബിൾ ഡിസൈനിൽ പോയി ഇവിടെ ഒരു ആരോഗ്യം ഉണ്ടാവുക, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ വേറെ ഒരു സ്റ്റൈലിൽ വന്നിരിക്കുന്നതായി കാണാം നമുക്ക്. ഇനി ആ സ്റ്റൈൽ നമുക്ക് മാറ്റണമെന്ന് വിചാരിക്കുക. ടേബിൾ ഡിസൈനിൽ പോയി വേറെ സ്റ്റൈൽ, ഇഷ്ടമുള്ള സ്റ്റൈൽ എടുക്കാവുന്നതാണ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാം. നമുക്ക് ആദ്യമേ ഉള്ള ഡിസൈനാണ് വേണ്ടതെങ്കിൽ നോർമൽ ഡിസൈനാണ് വേണ്ടതെങ്കിൽ പ്ലെയിൻ ടേബിൾസ് കൊടുക്കുക. ഇനി അതിലേക്ക് ഇൻസേർട്ട് ടേബിൾ കൊടുക്കണമെന്ന് വിചാരിക്കുക. ഇൻസേർട്ട് റോ കൊടുക്കുകയെന്ന് വിചാരിക്കുക. റോ അതിന്റെ മുകളിൽ വന്നതായി കാണാം. കൊടുത്തിരിക്കുന്നു. നമുക്ക് വിൻഡോന്റെ താഴെ ഒരു കോളം വേണമെന്ന് വിചാരിക്കുക, റോ വേണമെന്ന് വിചാരിക്കുക. അതിനായി ഇൻസേർട്ട് റോ ബിലോ എന്ന് കൊടുക്കുക. അതുപോലെ ഇൻസേർട്ട് റോ എബോവ് എന്ന് കൊടുത്താൽ അതിന്റെ മുകളിലായി വരുന്നതായി കാണാം. അതിനെ ഡിലീറ്റ് ആക്കണ്ടെങ്കിൽ ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് സെൽ എന്ന് കൊടുക്കുക. അതുപോലെ താഴെയുള്ള ഡിലീറ്റ് സെൽസ് ഡിലീറ്റ് സെൽസ് ഡിലീറ്റ് റോസ് എന്ന് കൊടുക്കുക.
ഇനി ടേബിൾ ലേഔട്ടിൽ പോയി കോളം, നമുക്കൊരു പുതിയ കോളം വേണമെന്നിരിക്കെ ഇൻസേർട്ട് കോളം ലെഫ്റ്റിലേക്ക് ഒരു കോളം വേണമെന്നിരിക്കെ ഇടതുവശത്തെ ഒരു കോളം വേണമെന്ന് ഇരിക്കെ നമ്മളൊരു ഇൻസേർട്ട് കോളം ലെഫ്റ്റ് അമർത്തിയാൽ മതി. അതുപോലെ ഇൻസേർട്ട് കോളം റൈറ്റ് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ വരുന്നതാണ്. ഇവിടെ പോയി ഇൻസേർട്ട് റൈറ്റ് കൊടുത്താൽ റൈറ്റ് സൈഡിൽ ഒരു കോളംസ് വരുന്നതായി കാണാം. ഇനി സ്പ്ലിറ്റ് സെൽ, രണ്ട് സെല്ലുകൾ ഒരു സെല്ലിൽ അമർത്തി അതിന് രണ്ട് സ്പ്ലിറ്റ് ആക്കുന്നതിനാണ് സ്പ്ലിറ്റ് സെൽ എന്ന് കൊടുക്കുക. അതിനെ സ്പ്ലിറ്റ് ചെയ്യാം. സ്പ്ലിറ്റ് ചെയ്താൽ ഈ ഭാഗത്ത് രണ്ട് റോസ്, രണ്ട് കോളംസ് വന്നതായി കാണാം. അത് സ്പ്ലിറ്റ് മെർജ് സെൽ കൊടുത്താൽ അത് പഴയതുപോലെ ആകുന്നതായി കാണാം. ഇനി ഇതിന്റെ കോളത്തിന്റെ സെല്ലിന്റെ റോസിന്റെ സൈസ് കൃത്യമായി കൊടുക്കുവാൻ, സൈസ് ഇവിടെ പലതരം പഴയതുപോലെയാണുള്ളത്. കുറച്ച് വലുതും കുറച്ച് ചെറുതുമായിട്ടാണുള്ളത്. അതിന് മാറ്റേണ്ടിക്ക് ഡിസ്ട്രിബ്യൂട്ട് റോ കൊടുത്താൽ അത് കൃത്യമായി വരുന്നതായി കാണാം. അതുപോലെ കോളംസ് കൃത്യമായ അളവിലല്ല എങ്കിൽ അത് കൃത്യമായ അളവിലാക്കുന്നതിന് ടേബിൾ ലേഔട്ടിൽ പോയി ഡിസ്ട്രിബ്യൂട്ട് കോളംസ് കൊടുത്താൽ പഴയതുപോലെ ആവുന്നതായി കാണാം. ഇനി ടേബിൾ ഡിസൈനിൽ പോയി ഷെയ്ഡിങ് കൊടുത്താൽ അതിന് കളർ മാറ്റി കൊടുക്കാവുന്നതാണ്. ബോർഡർ സ്റ്റൈലൊക്കെ കൊടുക്കാവുന്നതാണ്. ബോർഡർ സ്റ്റൈലിൽ പോയി ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇങ്ങനെ കൊടുത്ത് ഇങ്ങനെ അതിന്റെ കളറൊക്കെ സെലക്ട്, അതിന്റെ ബോർഡർ സ്റ്റൈൽ മാറ്റി കൊടുക്കാവുന്നതാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. പുതിയൊരു ക്ലാസ്സുമായി വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം. നന്ദി, നമസ്കാരം.